സ്തോത്രം. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് സ്തോത്രം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. അപ്പോ 4-ാമത്തെ വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യം. അപ്പോ സ്തോത്രം, കല്യാണം കഴിഞ്ഞാൽ ഇതൊന്നും നഷ്ടമാകാതെ എല്ലാം സൂക്ഷിക്കണം. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പണമുണ്ടാക്കണമെന്നുള്ള ഏക ലക്ഷ്യം. സ്തോത്രം. ചിലർ കയറി ദ്രവ്യത്തെ പിശാചെന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പിശാചൊന്നുമല്ല. സ്തോത്രം, സ്തോത്രം അല്ലേ. പണമെന്ന പിശാചെന്നൊക്കെ. സ്തോത്രം. പിശാചെന്ന് വിളിക്കേണ്ട പണം. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മണി ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. സ്തോത്രം. അവന് യജമാനാക്കരുത്, പക്ഷെ സെർവൻ്റ് ആക്കണം. ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനൊന്നും എന്നെ ഭരിക്കാൻ പറ്റത്തില്ല, എന്നെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ഇത് ദൈവമക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇന്ന് 10 രൂപയുള്ളെങ്കിൽ സ്തോത്രം ചെയ്തോണം, പരാതിയില്ല. സ്തോത്രം. നാളെ 100 രൂപയുള്ളെങ്കിൽ സ്തോത്രം ചെയ്തോണം. നാളെ കഴിഞ്ഞ് 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ അത് തരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നുറപ്പുണ്ടോ? കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുകയാണ് സ്തോത്രം, 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ. കർത്താവ് എനിക്ക് തുണ. ദൈവമക്കളെ, ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ശാശ്വതമായിട്ടുള്ള 3 കാര്യങ്ങൾ ഈ 13-ാം അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. മാറ്റമില്ലാത്ത 3 കാര്യങ്ങൾ. തലമുറകൾ മാറിയാലും, കാലങ്ങൾ മാറിയാലും, ലോകങ്ങൾ മാറിയാലും, എന്തു മാറ്റം ഇവിടെ സംഭവിച്ചാലും മാറ്റം വരാത്ത 3 കാര്യങ്ങൾ. സ്തോത്രം.